നല്ല പണിയെടുപ്പിച്ചിട്ടുണ്ട്. ഓടി ഓടി കണ്ണൂർ സിറ്റിയിലാണ് ഷൂട്ട് ചെയ്തത്. കണ്ണൂരാണ് ഷൂട്ട് ചെയ്തത്. കണ്ണൂർ സിറ്റി മൊത്തം ഒരു ഓടി നടന്ന് കണ്ടിട്ടുണ്ട്. സിനിമ മൊത്തം സുഖല്ലേ, ഓടി നടന്ന് കാണാനും പറ്റി. പിന്നെ ഭയങ്കര സുഖമല്ലോ, നല്ല വെയിലത്ത് നല്ല വെയിലത്ത് ബീച്ചില് കുതിരയും നന്നായില്ലേ, ആരോഗ്യം സുന്ദരനായില്ലേ കുറച്ചും കൂടിയൊക്കെ. ഇപ്പൊ സിജിബ്രോനെ ഏറ്റവും സുന്ദരനായിട്ട് ഈ പടത്തിൽ കാണാൻ പറ്റും. പറയാ കുറച്ച് വേറൊരു ലുക്ക് ഉണ്ടോ? എല്ലാ സിനിമയിലും ഡിഫറെന്റ് ആയിട്ട് സോങ് എല്ലാം കണ്ടായിരുന്നു. ഇപ്പൊ ഒരു സോങ് ഇറങ്ങിയിട്ടുണ്ട്, ആഴിത്തിരമാല എന്നുണ്ട്. രാഹുൽ രാജിന്റെ മ്യൂസിക്കിൽ ഒരു സോങ് വന്നിട്ടുണ്ട്. അത് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല പുതുമയുള്ള സുന്ദരൻ അപ്പിയറൻസ് ആണ്. ഇതിന്റെ പുറത്ത് കുറച്ച് ലേഡീസ് ഫാൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. പുതിയ ലുക്കിൽ സുന്ദരനെ കാണാന്നൊക്കെ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. അല്ല ഇപ്പൊ തന്നെ അതുകൊണ്ട് കുറച്ച് പിന്നെ അതിനേക്കാൾ കോമ്പറ്റീവ് നേരത്തെ ഞാൻ സുന്ദരനായിരുന്നു. കുറച്ചും കൂടെ ഓടിച്ചതുകൊണ്ട് എല്ലാ ഡയറക്ടർമാരും ഓടിക്കാൻ തുടങ്ങും. വെറുതെ ഓടിയിട്ട് കാര്യമില്ല, കഥയിൽ എന്തെങ്കിലും കേട്ടേണ്ട കാര്യമില്ല. അതിജീവനമാണ്, സൗഹൃദത്തിന്റെയും പ്രണയത്തിന്റെയും സർവൈവലിനുള്ള ഓട്ടമാണ്, നെട്ടോട്ടമാണ്. അപ്പൊ എല്ലാത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അമ്മാവനാണ്, പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരാളാണ് അമ്മാവൻ. സോ മനോജ് ചേട്ടാ, എന്നാ ക്യാരക്ടർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാട്ടെ. ക്യാരക്ടർ ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടർ ആണ് ഇതിൽ ചെയ്യുന്നത്. അതിൽ ഉല്ലാസ് ഫസ്റ്റ് ലൈനോട് പറഞ്ഞങ്ങനെ ഒരു ഹ്യൂമർ, ഒരു കോമഡി എലമെന്റ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഉല്ലാസ് ഞാൻ ഇതുവരെ കോമഡി ചെയ്തില്ല, എനിക്ക് ആവുമെന്ന് അറിയില്ല. ഉല്ലാസ് പറഞ്ഞു അതുകൊണ്ട് ഡേറ്റ് ഉണ്ടോ? ഞാൻ ഡേറ്റ് ഒക്കെ ഉണ്ട്, കലണ്ടറിന് ഉണ്ട്. അതൊന്ന് നിങ്ങൾ വന്നാൽ മതി, ബാക്കി നമുക്ക് നോക്കാൻ തോന്നും. അങ്ങനെ പോയി ഷൂട്ട് ചെയ്തു. ഞാൻ സിനിമ കണ്ടില്ല, ഡബ് ചെയ്യുമ്പോൾ കുറച്ച് സിനിമ കണ്ടില്ലല്ലോ, ഡബ് ചെയ്യുമ്പോൾ കുറച്ച് ഭാഗങ്ങൾ കണ്ടു. അപ്പോൾ മോശമില്ലാന്ന് ഡയറക്ടർ പറഞ്ഞു. ഞാൻ ചെയ്ത ക്യാരക്ടറിന് ഞങ്ങൾക്ക് ഭയങ്കര തൃപ്തിയുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു ഹ്യൂമർ എലമെന്റ് ആണത്. അത് ചെയ്യാൻ നല്ല സുഖമുണ്ടായിരുന്നു. പിന്നെ സുഖമുള്ളത് ആ ക്രൂ മൊത്തം ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള അർത്ഥത്തിൽ തന്നെ ആയിരുന്നു. പിന്നെ തുടക്കത്തിൽ നിങ്ങൾ പറഞ്ഞാണൊക്കെ ഒരു ചെറിയൊരു പേടി ഞങ്ങൾക്ക് സിജു വിൽസൺ ഫസ്റ്റിലാണ് അഭിനയിക്കുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒന്നിച്ച് അഭിനയിക്കുമ്പോൾ ചെറിയൊരു പേടി. ആ പേടി എനിക്കും ഉണ്ടായിരുന്നു. ഞാനും മനേട്ടനെ വിളിക്കുമ്പോൾ തിങ്കളാഴ്ച നിശ്ചയം പോലുള്ള സിനിമകൾ, ഇരട്ട പോലുള്ള സിനിമകൾ ചെയ്ത ഒരു കഥാപാത്രം അങ്ങനെയില്ല. നമുക്കൊരു അദ്ദേഹം ഒരുമിച്ച് ആദ്യമായിട്ട് ഉണ്ടാവുന്ന ഒരു പ്രശ്നങ്ങൾ. പിന്നെ ഞങ്ങൾ ആദ്യം വിചാരിച്ച പറഞ്ഞത് പുള്ളി തനി കച്ചറയായിരുന്നു, പിന്നെ കമ്പനി ആയിരുന്നു, ഭയങ്കര ഈസിയായി. ഞങ്ങൾ എളുപ്പത്തിൽ ഞങ്ങൾ കയറി. ഞങ്ങൾ ആദ്യം ഭയങ്കര റെസ്പെക്ട് ഒക്കെ കൊടുത്ത് മനേട്ട അതങ്ങനെ ഇങ്ങനെ ഉല്ലാസം എന്താ നീ പറയുന്നത്, നമുക്ക് ആർപ്പോ ചെയ്യാറ് എന്താ നോക്കണത്. അപ്പൊ പിന്നെ കഴിഞ്ഞു, നമ്മുടെ കൂടുതൽ കമ്പനിയായി. അല്ല, അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തിയേറ്ററാണല്ലോ മുമ്പ്, നാടകമായിട്ടാണല്ലോ. അപ്പൊ അതിലുണ്ടെന്നൊരു സൗഹൃദ കൂട്ടായ്മ ഉണ്ടല്ലോ, അതിൽ നിന്നാണ് ഒരു ക്യാരക്ടറൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാലൊക്കെ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഫസ്റ്റ് ദിവസം തന്നെ ഞാൻ ഇപ്പോൾ സിജുവിൻ്റെ കൂടെ ഫസ്റ്റ് അഭിനയിക്കുമ്പോൾ തന്നെ ആദ്യത്തെ ഒരു മണിക്കൂർ കൊണ്ട് ശരിയാക്കി എടുക്കാൻ എന്തെങ്കിലും പറഞ്ഞിട്ട്, പക്ഷെ അതൊന്നും വേണ്ടി വന്നില്ല, ഒരു സെക്കൻഡ് പോലും വേണ്ടി വന്നില്ല അല്ലേ.